നമുക്ക് ഈ വർഷം 4 കവിതകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കവിതയാണ് മധുഹൃദു, രണ്ടാമത്തേത് ചാന്ദ് ഔർ കവി, പിന്നെ പത്തർ കി ബെഞ്ച്, ഏറ്റവും അവസാനം കഹ്ന നഹി ആത്ത. ഈ 4 കവിതകളുടെയും ആസ്വാദന ടിപ്പണി നമ്മൾ ഒരൊറ്റ വീഡിയോയിലൂടെ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് കവിതകളുടെ ഒക്കെ ആസ്വാദന ടിപ്പണി പഠിച്ചിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ കവിതകളുടെ ആസ്വാദന ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പരീക്ഷയ്ക്ക് ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ ഏക് മേം സബ്, ഒന്നിൽ എല്ലാം. ഓക്കെ, ഓൾ ഇൻ വൺ. ആദ്യം മധുഹൃദു എന്ന കവിതയെക്കുറിച്ചുള്ള ആസ്വാദന ടിപ്പണി നോക്കാം. മധുഹൃദു ഛായാവാദി കാ അസൽ മിസാൽ. മധുഹൃദു ഛായാവാദിയുടെ ഉത്തമ ഉദാഹരണം. ഓക്കെ, ഹിന്ദി की ഛായാവാദി കവിയോ में अग्रणी कवि है श्री जयशंकर प्रसाद. അല്ലെ, ഹിന്ദിയുടെ സാഹിത്യത്തെ നമ്മൾ ഒരുപാട് കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഒരുപാട് പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഛായാവാദി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആര്? ജയശങ്കർ പ്രസാദ്. അതിൽ തന്നെ അഗ്രണി കവി ഹെ, അഗ്രഗണ്യനായ കവിയാണ് ജയശങ്കർ പ്രസാദ്. ഉൻകാ ജന്മ, അദ്ദേഹം ജനിച്ചത് എവിടെയാണ് മക്കളെ? എവിടെയാണ്, എന്നാണ് ജനിച്ചത്? 1889 ജനുവരി 30 ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഝർന, ആസു തുടങ്ങിയവയെല്ലാം ഉൻകി കാവ്യ സംഗ്രഹ, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. അവർ ഛായ, ആകാശദീപ് ആദി അല്ലെ, ഈ തുടങ്ങിയവയൊക്കെ ഛായ, ആകാശദീപ് തുടങ്ങിയവ ഉൻകി കഹാനി സംഗ്രഹ, അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ്. ഇസ് കവിതാമേ ഛായാവാദ് കി സാരി വിശേഷതായ സമാഹിത് ഹേ. ഈ കവിതയിൽ ഛായാവാദിയുടെ എല്ലാ പ്രത്യേകതകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഛായാവാദി കവിതകൾ എന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആ സ്പെഷ്യാലിറ്റീസ് എല്ലാം ഒത്തിണങ്ങിയ ഒരു കവിതയാണിത്. ഏതൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്? അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്. ഛായാവാദി ഗീതി ശൈലി മേ ലിഖി ഗയി പ്രേമ, പ്രകൃതി ഔർ സൗന്ദര്യ, ഈ 3 വിശേഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു കവിതയാണ് മധുഹൃദു. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ കവിയെക്കുറിച്ച് പറയുന്നു. കവിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും കവിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കവി എന്നില്ല, എല്ലാ ലേഖകന്മാരെ കുറിച്ച് ഒരു പ്രൊഫൈൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. എക്സ്പെഷ്യലി ഏതിനെക്കുറിച്ച്? കവിതകളുടെ കവികളെക്കുറിച്ച്, കവിതകളുടെ കവിയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. മറ്റുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും കവിതയെക്കുറിച്ച് ആസ്വാദന ടിപ്പണി എഴുതാനുള്ളത് കൊണ്ട് തന്നെ ഒരു പാരഗ്രാഫ് കവിയെക്കുറിച്ച് നമുക്ക് എഴുതേണ്ടി വരും. ഓക്കെ, മധുഹൃദു രൂപി പ്രേമിക രാഹു ഭൂൽ കർ ദോ ദിൻ കെ ലിയെ ആയി ഹെ. മധുഹൃദു വസന്തകാലം അല്ലെ. മധുഹൃദു എന്ന് പറഞ്ഞാൽ എന്താ? വസന്തകാലമാണ്. വസന്തകാലമാകുന്ന പ്രേമിക, പ്രണയിനി, രാഹു ഭൂൽക്കർ വഴിതെറ്റി, ദോ ദിൻ കെ ലിയെ ആയി ഹെ, 2 ദിവസത്തേക്കായി വന്നിരിക്കുകയാണ്. കവിതയിലെ ആശയമാണ് പറയുന്നത്. ഉസ്കെ ലിയെ കവി ഏക് ചോട്ടി സി കുടിയാ രച് ദേഗാ. അതിനു വേണ്ടിയിട്ട് മധുഹൃദുവിന് വേണ്ടി കവി എന്ത് ചെയ്യാം? ഏക് ചോട്ടി സി കുടിയ, ഒരു ചെറിയ കുടിൽ രച് ദേഗ, നിർമ്മിച്ചു നൽകാം. വഹ് നീഡ് ആകാശ് और धरती के बीच में स्थित है അല്ലേ. വഹ് നീഡ്, ആ കുടിൽ, ആ കൂട്, ആകാശ് और धरती के बीच में, ആകാശത്തിനും അതുപോലെ ഭൂമിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കവി യഹ് ഭി कहते हैं, കവി ഇതുകൂടി പറയുന്നുണ്ട്, कि सूखे घास जैसा प्रेम विहीन लोगों को किसी जंगल की पतझड़ की ओर भागना है. सूखे घास जैसा, सूखे घास, सूखे घास എന്താണ്? ഉണങ്ങിയ പുല്ല്. സൂഖേ ഘാസ്, ഉണങ്ങിയ പുല്ലുകൾ പോലെയുള്ള പ്രേമ വിഹീന ലോകവും, ഉള്ളിൽ സ്നേഹമില്ലാത്ത ആളുകൾ, ഉണങ്ങിയ പുല്ല് പോലെ എന്താ പറയാ, സ്നേഹമില്ലാത്ത, ഉള്ളിൽ ഹൃദയത്തിൽ സ്നേഹം പ്രേമമൊന്നുമില്ലാത്ത ആളുകൾ എല്ലാവരും കിസി ജംഗൽ കി പത്ത്ചട് കിയോർ അല്ലേ, ഏതെങ്കിലും വനത്തിനുള്ളിലുള്ള ഇല പൊഴിയുന്ന കാട്ടിലേക്ക്. പത്ത്ചട് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന, ശിശിരകാലം എന്നൊക്കെ പറയും അല്ലേ. ജംഗൽ കി പത്ത്ചട്, വനത്തിലെ ഇല പൊഴിയുന്ന മേഖലകളിലേക്ക് ഭാഗ്നാഹെ, ഓടിപ്പോകണം, അവരെ ഇവിടെ ആവശ്യമില്ല എന്നാണ് കവി പറയുന്നത്. യഹാം ഉൻകി ജറൂരത്ത് നഹി ഹെ, ഇവിടെ അവരെ ആവശ്യമില്ല. ആകെ കവി കഹത്തെ ഹെ, പിന്നീട് തുടർന്ന് കവി വീണ്ടും പറയുകയാണ്, കിസ്ലൈ കെ ലഘു സംസാർ കിസി കോ ബുരാ നഹി ലഗേഗാ. മേരാ കിസ്ലൈ കെ ലഘു സംസാർ, എൻ്റെ തളിരിലകൾ കൊണ്ടുള്ള ഈ ഒരു ചെറിയ ലോകം. കിസ്ലൈ എന്ന് പറഞ്ഞാൽ തളിരിലകളാണ് അല്ലേ. തളിരിലകളിലുള്ള ലഘു സംസാർ, ഒരു കുഞ്ഞു ലോകം, അത് കിസി കോ ബുരാ നഹി ലഗേഗാ, ആർക്കും ഇഷ്ടമാവാതിരിക്കില്ല. പ്രേമി ഓർ പ്രേമിക കെ ലിയെ, പ്രേമിക്കും പ്രേമികയ്ക്കും വേണ്ടിയിട്ട്, അതായത് പ്രണയിനിക്കും പ്രണയിക്കുന്ന ആൾക്കും അല്ലേ, അവർക്ക് വേണ്ടിയിട്ട്. മലയാനിൽ ആയേഗ, മലയാനിൽ വരും. മലയാനിൽ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദനക്കാറ്റ് അല്ലെ. കിഴക്ക് നിന്നും വീശുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റ് അല്ലേ. അത് എന്ത് ചെയ്യും? വീശും എന്നാണ് പറയുന്നത്. അവർ 9 രൂപി കമൽ കോ ചുംബൻ ദേക്കർ ജഗായേഗ,
അല്ലെ താമരയാകുന്ന നയനങ്ങളെ അത് ചുംബിച്ചുകൊണ്ട് ഉണർത്തും എന്നാ പറയുന്നത്. നയൻ രൂപി കമലുക്കോ, കമൽ എന്ന് പറഞ്ഞാൽ താമര, നയൻ എന്ന് പറഞ്ഞാൽ നയനം അല്ലെ താമരയാകുന്ന കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് ചുംബൻ ദേക്കർ ജഗായക നമ്മളെ ഉണർത്തും. പിന്നെയോ അന്ധകാറുക്കോ പാറുക്കർ ചാന്ദിനി ഫൈലേഗി, ഈ പ്രണയിനിയും പ്രേമിയും പ്രേമികയും ഒത്തുചേരുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ആരും സാക്ഷിയാകും. അന്ധകാറുക്കോ പാറുക്കർ ഇരുട്ടിനെ മറികടന്നുകൊണ്ട് ചാന്ദിനി ഫൈലേഗി നിലാവ് വ്യാപിക്കുമെന്നാ പറയുന്നത്. നിലാവ് പോലും അവർക്ക് കൂട്ടിയിരിക്കുന്നു. പിന്നെയോ ആഖിർ അവസാനം കവി കഹന ചാഹത്തെ ഹേ, കവി പറയാൻ ആഗ്രഹിക്കുകയാണ് കി എന്തെന്നാൽ പ്രേമിയോ കെ സൃജൻ കാര്യമേ കോയി ബാധാമത് ഡാലിയേ, പ്രേമിയോ കെ സൃജൻ കാര്യമേ ലവേഴ്സിന്റെ അല്ലെ പ്രേമിയോ എന്ന് പറഞ്ഞാൽ എന്താ ലവേഴ്സ് അല്ലെ കപ്പിൾസ്, അവരുടെ ആ ഒരു ക്രിയേച്ചറിൽ അവരുടെ മാത്രം ആ ഒരു എന്താ പറയുക ആ ഒരു സമയങ്ങളിൽ കോയി ബാധാമത് ഡാലിയേ യാതൊരു തടസ്സങ്ങളും ആരും സൃഷ്ടിക്കരുത്. സാത്ഹി അതോടൊപ്പം തന്നെ അപ്നേമേ ജോ കുച്ച് സുന്ദർ ഹോ, നമ്മളിലുള്ള നന്മകൾ അല്ലെങ്കിൽ നമ്മളിലുള്ള മനോഹാരിത അല്ലെ നമ്മളിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉസൈൻ പ്രേമിയോ കോ ദേനാ ഹേ, അത് നമ്മൾ ആ പ്രേമികൾക്ക് നൽകണമെന്നാണ് കവി ആവശ്യപ്പെടുന്നത്. ഛായാവാദി കാവ്യ ശൈലി की सारी विशेषताएं से समाहित इस कविता में प्रेम एवं प्रकृति का रागात्मक दुनिया खींचने में कवि सफल हुए हैं. അല്ലെ ഛായാവാദി കാവ്യശൈലിയിലെ സാരീ വിശേഷതായും അല്ലെ എല്ലാ വിശേഷണങ്ങളും സമാഹിത് ഒത്തിണങ്ങിയിട്ടുള്ള ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ കവിതാമേ ഈ കവിതയിൽ പ്രേം ഏവം പ്രകൃതി പ്രേമവും അതുപോലെ പ്രകൃതിയെയും രാഗാത്മക ദുനിയാ കീഞ്ചിനേമേ അവരുടെ ആ രാഗാത്മകമായ ലോകത്തെ വരച്ചെടുക്കുന്നതിൽ കവി സഫൽ ഹുയേ ഹേ, കവി വിജയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കവിതയുടെ ടിപ്പണി അല്ലെ മധുഹൃദു എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണി. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് മിക്കവാറും കൂടുതൽ തവണ മധുഹൃദുയുടെ ആസ്വാദന ടിപ്പണിയാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കവിതയാണ് മധുഹൃദു. നെക്സ്റ്റ് चांद और कवि छायावाद से प्रगतिवाद की ओर तथा प्रगतिवाद से राष्ट्रवाद की ओर अग्रसर कवि श्री रामधारी सिंह दिनकर का जन्म. ഓക്കെ, ആരാണ് ഈ രാംധാരി സിംഗ് ദിനകർ? ഛായാവാദിൽ നിന്നും പ്രഗതിവാദിലേക്ക്, പ്രഗതിവാദ പറഞ്ഞ പുരോഗമനവാദം, അതുപോലെ തഥാ പ്രഗതിവാദ സെ രാഷ്ട്രവാദ്, പിന്നെ രാഷ്ട്രവാദത്തിലേക്ക് നീങ്ങിയ അഗ്രഗണ്യനായ കവിയാണ് ശ്രീ രാംധാരി സിംഗ് ദിനകർ. അദ്ദേഹം ജനിച്ചത് 1908 സെപ്റ്റംബർ 23-ാം തീയതി ബീഹാർ കി സിമിരിയാമേ ഹുവ, ബീഹാറിലെ സിമിരിയയിലാണ് അദ്ദേഹം ജനിച്ചത്. നമ്മുടെ ആദ്യത്തെ ജയശങ്കർ പ്രസാദ് ഉത്തരാഖണ്ഡിലെ വാരണാസിയിലായിരുന്നു. ചാന്ദ് ഔർ കവി എഴുതിയ രാംധാരി സിംഗ് ദിനകർ അല്ലെ രാംധാരി സിംഗ് ദിനകർ എവിടെയാണ്? ബീഹാർ കി സിമിരിയ അല്ലെ ബീഹാറിലെ സിമിരിയയിലാണ് ജനിച്ചത്. കുരുക്ഷേത്ര ഉർവശി രശ്മി രഥി ആദി ഉൻകെ പ്രമുഖ രചനായ ഹേ. കുരുക്ഷേത്ര ഉർവശി രശ്മി രഥി തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളാണ്. ഉർവശിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 1972 ജ്ഞാൻപീഠ് പുരസ്കാർ ദേക്കർ ജ്ഞാനപീഠ പുരസ്കാരം നൽകിക്കൊണ്ട് ഉൻകാ ആദർ കിയ ദേശ് ഉൻകാ ആദർ കിയ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു എന്ന് പറയുന്നത് അല്ലേ. ആപ് ജൻചേതാക്കെ വാഹക്തെ അല്ലെ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനായിരുന്നു. അതുപോലെ 1974 ഏപ്രിൽ 24 ഉൻകാ മൃത്യു ഹുയി അദ്ദേഹം മരണപ്പെട്ടു എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി കവിതയിലേക്ക്. ഇസ് കവിതാമേ ചാന്ദ് ഔർ കവി കെ ബീച്ച് ഹുയെ വാർത്താലാപ് കാ വർണ്ണൻ ഹേ. ഈ കവിതയിൽ ചാന്ദ് ഔർ കവി ചന്ദ്രനും കവിയും തമ്മിലുള്ള വാർത്താലാപ് കാ വർണ്ണൻ ഹേ സംഭാഷണമാണ് വർണ്ണിച്ചിട്ടുള്ളത്. ചാന്ദിനെ കഹാ ചന്ദ്രൻ പറയുകയാണ് കി മാനവ് വിചിത്ര ജീവി ഹേ, മനുഷ്യനൊരു വിചിത്രമായ ജീവിയാണ്. വഹ് സ്വയം ഉൽജനെ ബനാത്താ ഹേ, മനുഷ്യർ സ്വയം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ ഉസ്മേ ഫസ്കർ അതിൽ അകപ്പെട്ടുകൊണ്ട് ആ കുഴപ്പങ്ങളിൽ ആ പ്രോബ്ലംസിൽ സ്വയം ചെന്ന് ചാടിയിട്ട് അശാന്ത് ഹോ ജാത്താ ഹേ, ശാന്തി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടവനെ പോലെയായി മാറുന്നു. ചാന്ദിനെ കഹാ വീണ്ടും ചന്ദ്രൻ പറയുന്നു പാഗലോങ്കോ ഭ്രാന്തന്മാരെ, അതായത് കവികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ചന്ദ്രൻ അല്ലെ. പാഗലോങ്കോ ചാന്ദിനി മേ ബൈട്ട് കർ, ഈ ഭ്രാന്തന്മാരെ നിലാവത്തിരുന്നു കൊണ്ട് സപ്നോ കി ദുനിയാ കോ അസലി ദുനിയാ ബനാനെ കി കോശിഷ് കർത്തെ മേനെ ദേഖാ ഹേ അല്ലെ. സ്വപ്നങ്ങളുടെ ലോകത്തെ സപ്നോ കി ദുനിയാ കോ സ്വപ്നങ്ങളുടെ ലോകത്തെ അസലി ദുനിയാ ബനാനേക്ക് യഥാർത്ഥ ലോകമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ എന്താ പറയുക ആ ലോകമാക്കി മാറ്റാൻ വേണ്ടി കോശിഷ് കർത്തെ പരിശ്രമിക്കുന്നതായിട്ട് മേനെ ദേഖാ ഹേ ഞാൻ ഒരുപാട് കവികളെ കണ്ടിട്ടുണ്ട്.
മാനവ സപ്നെ ബുൽബുലെ ജൈസേ ഹേ, മനുഷ്യന്റെ സ്വപ്നം എന്ന് പറയുന്നത് ബുൽബുലെ ജൈസേ ഹേ, ജലകുമിളകൾ പോലെയാണ്. ആജ് ബൻതാ ഔർ കൽ ഫുട്ട് ജാതാ ഹേ, അത് ഇന്നുണ്ടാകുന്നു നാളെ പൊട്ടിപ്പോകുന്നു. മനുഷ്യന്റെ സ്വപ്നത്തിന് അത്രയേ ആയുസുള്ളൂ എന്നാണ് ചന്ദ്രൻ പരിഹസിച്ചുകൊണ്ട് കവിയോട് പറയുന്നത് അല്ലേ. ഇൻ ഉപഹാസോങ്കോ ജവാബ് ദേത്തെ ഹുയെ, ഈ പരിഹാസങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് കവി കഹത്തെ ഹേ, കവി പറയുകയാണ് കി വോ സപ്നോं के आग में गलाकर അല്ലേ, സപ്നോങ്കോ ആഗ്മേങ്കലാക്കർ, സ്വപ്നങ്ങളെ തീയിൽ എന്താ പറയുക, തീയിലെങ്ങനെ ഉരുക്കിയെടുത്തുകൊണ്ട് ക്രാന്തികാരി കവിത രചിതാഹേ, വിപ്ലവകരമായ കവിതകളാണ് കവികൾ നിർമ്മിക്കുന്നത്. ഉസ്കി കൽപ്പന തേസ് ദാർ വാലി ഹോത്തി ഹേ, കൽപ്പനയുടെ വാളി നല്ല മൂർച്ചയുണ്ട് എന്നാ പറയുന്നത്. സങ്കല്പമാകുന്ന ഇമാജിനേഷൻ എന്ന് പറയുന്ന ആ ഒരു വാളിന് നല്ല മൂർച്ചയുണ്ട് എന്നാ പറയുന്നത്. സ്വപ്നവാലെ മാനവ് ഏക് ദിൻ സ്വർഗ് കോ ബി ജീത്തിലെങ്കെ, സ്വപ്നം കാണുന്ന മനുഷ്യർ, അതായത് കവി ഉൾപ്പെടുന്ന സ്വപ്നജീവികളായ മനുഷ്യർ എന്ത് ചെയ്യും, ഏക് ദിൻ സ്വർഗ് കോബി ജീത്തിലെങ്കെ, ഒരു ദിവസം സ്വർഗത്തെയും കീഴ്പ്പെടുത്തും എന്ന് പറയുന്നു. ചാന്ദ് കെ സാമിനെ അബു മനു നെഹി മനു പുത്രഗടാഹേ, കവി എന്ത് ചെയ്യാണ്, ചന്ദ്രനോട് പറയാണ്. ചന്ദ്രൻ പറഞ്ഞു, ഞാൻ മനുവിനെയും ആദിമ മനുഷ്യനായ മനുവിനെയും അവൻ ജനിച്ചതും മരിച്ചതും എല്ലാം കണ്ട ആളാണ് അല്ലേ. അപ്പൊ കവി പറയാണെന്ത്, അബു മനു നെഹി, ഇപ്പോൾ മനു അല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, മനു പുത്രഗടാഹേ, മനുവിന്റെ പുത്രനാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. കവി ആകെ ചാന്ദ് സേ കഹത്തെ, കവി തുടർന്ന് ചന്ദ്രനോട് എന്താ പറയുന്നത്, കിത്തും സ്വർഗ് കെ സമ്രാട്ട് കോ ഖബർ ദേ, സ്വർഗത്തിന്റെ അധിപനോട് പോയി വാർത്ത നൽകൂ, വിവരം നൽകൂ. ഖബർ ദേ എന്ന് പറഞ്ഞാൽ എന്താ, വിവരം നൽകുക. സ്വർഗ് കെ സമ്രാട്ട്, സ്വർഗത്തിന്റെ രാജാവ് അല്ലെ, സ്വർഗത്തിന്റെ അധിപനോട് പോയിട്ട് നീ വിവരം പറഞ്ഞോ. മനുഷ്യമേ ആജ് ആകാശിക്ക് ഓർ ബഡനെ കി ശക്തി ഏവം ക്ഷമതാ ഹേ, മനുഷ്യരിൽ എന്തുണ്ട് മക്കളെ, ആജ് ഇന്ന് ആകാശിക്ക് ഓർ ബഡിനേക്ക്, ആകാശത്തിലേക്ക് നീങ്ങുവാനും അതുപോലെ ഏവം ആകാശത്തിലേക്ക് നീങ്ങുവാനുള്ള ശക്തിയും അതോടൊപ്പം ക്ഷമതയും ഉണ്ട്, കഴിവുമുണ്ട് എന്ന് പറയുന്നു. ചാന്ദ് ഔർ കവി കവിതാമേ ദിനകർ കഹത്തെ ഹേ, ദിനകർ ജി പറയുകയാണ് ഈ കവിതയിലൂടെ കി കവി കലാകാരോं के सपने ही यथार्थ का रूप धारण करते हैं, കവി കലാകാരന്മാരുടെ സ്വപ്നങ്ങളാണ്, അവർ ഇന്ന് കാണുന്ന സ്വപ്നങ്ങളാണ് പിന്നീട് യാഥാർത്ഥ്യമായി രൂപാന്തരപ്പെടുന്നത് എന്നാ പറയുന്നത്. और उन सपनों की नींव पर ही समाज का भविष्य गढ़ा किया जाता है, ആ സ്വപ്നങ്ങളുടെ അടിത്തറയിലാണ് ആ ഭാവി നിലകൊള്ളുന്നത് എന്നും പറയുന്നു അല്ലെ. ഉൻ സപ്നോं की नींव पर, നീവ് എന്ന് പറഞ്ഞാൽ അടിത്തറ അല്ലെ, അതാണ് ബേസ്മെന്റ്, അതിലാണ് സമാജ് കാ ഭവിഷ്യ, സമൂഹത്തിന്റെ ഭാവി കാലം, ഫ്യൂച്ചർ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. യഹ് പ്രഗതി കി നയി രാഹേ ഢൂണ്ഡ്നെ വാലി കവിത ഹേ, പുരോഗമനത്തിന്റെ പുതിയ വഴികൾ അന്വേഷിക്കുന്ന ഒരു കവിതയാണ് ഈ ചാന്ദ് ഔർ കവി എന്ന കവിത. പ്രഗതി എന്ന് പറഞ്ഞാൽ പുരോഗമനം, വികസനത്തിന്, നൈരാഹെ പുതിയ വഴികൾ, ഢൂണ്ഡ്നെ വാലി അന്വേഷിക്കുന്ന ഒരു കവിതയാണ്. ക്ലിയർ അല്ല മക്കളെ, ഈ സമയം കളയേണ്ട, നമുക്ക് പത്തർ കി ബെഞ്ചിന്റെ ആസ്വാദന ടിപ്പണിയിലേക്ക് കടക്കാം. സമകാലീൻ കവിതാക്കെ സശക്ത ഹസ്താക്ഷർ, സമകാലീന കവിതകളിൽ അല്ലെ, സമകാലീന കവികളിൽ പ്രമുഖനായ സശക്ത ഹസ്താക്ഷർ എന്നാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ചന്ദ്രകാന്ത് ദേവതാലേക്ക് സുന്ദർ കവിത ഹേ, എന്ത് പത്തർ കി ബെഞ്ച്. ചന്ദ്രകാന്ത് ദേവതാലെ 1936 മധ്യപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. പത്തർ ഫേങ്ക് രഹാ ഹൂം ഉസ്കെ സപ്നെ ദീവാരോं पर खून से आदि उनका प्रमुख रचना है, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളാണ്. കവിതാമേ കവി ഏക് പത്തർ കി ബെഞ്ച് കെ ബാരെ മേ കഹത്തെ ഹേ, കവിതയിൽ കവി ഒരു കല്ലുകൊണ്ടുള്ള ബെഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ജോ കൈ സാലോं से एक पार्क में है, ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു പാർക്കിൽ നിലകൊള്ളുന്ന ഒരു കല്ലിന്റെ ബെഞ്ച് അല്ലേ. ഉസ് ബെഞ്ച് പർ കൈ തരഹ കെ ലോഗ് ആക്കർ ബൈഠത്തെ ഹേ, ആ ബെഞ്ചിൽ കൈ തരഹ കെ ലോഗ്, ഒരുപാട് ആളുകൾ ആക്കർ ബൈഠത്തെ ഹേ, വന്ന് ഇരുന്നിട്ടുണ്ട്. ഇൻമേ ബച്ച, യുവക്, ബൂഡ, ജോഡെ ആദി ലോഗ് ഹേ, അവരിൽ ആരൊക്കെ ഉൾപ്പെടും? ബച്ച, കുട്ടികൾ വന്നിരിക്കാറുണ്ട്, യുവാവ് വന്നിരിക്കാറുണ്ട്, ബൂഡ, വൃദ്ധൻ വന്നിരിക്കാറുണ്ട്, ജോഡെ അല്ലേ, കപ്പിൾസ് വന്നിരിക്കാറുണ്ട്. പിന്നെയോ ബെഞ്ച് പറേക്ക് രോത്താ ഹുവാ ബച്ച, ബെഞ്ചിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ബിസ്കുറ്റ് കുത്തർത്തേ ഹുയെ ബൈഠത്തെ ഹേ, ബിസ്ക്കറ്റ് കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് കടിച്ചപ്പോൾ ഓ ചുപ്പ് ഹോ ജാത്താ ഹേ, അവൻ മിണ്ടാതിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ധീരെ ധീരെ ഉസ്കാ രോന ബന്ദ് ഹോ ഗയാ ഹേ, ധീരെ ധീരെ, ആ ബിസ്ക്കറ്റ് കിട്ടിയപ്പോൾ പതിയെ പതിയെ, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ എന്താ, മെല്ലെ മെല്ലെ, ഉസ്കാ രോന ബന്ദ് ഹോ ഗയാ ഹേ, അവന്റെ കരച്ചിൽ അടങ്ങുന്നുണ്ട്. ഏക് ധക്കാ യുവക് ആരാം കർണേ കേ ലിയേ വഹാ ബൈഠാ ഹേ, ഏക് ധക്കാ യുവക്, ഒരു ക്ഷീണിച്ച യുവാവ്, ക്ഷീണിച്ച അവശനായ ഒരു യുവാവ്, ആരാം കർണേ കേ ലിയേ, വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വഹാ ബൈഠാ ഹേ, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പിനെ കുചലേ ഹുയേ സപ്നോं കോ സഹ്ലാ രഹാ ഹേ, തന്റെ തകർന്ന് തരിപ്പണമായ സ്വപ്നങ്ങളെ കുറിച്ച് ഓർത്ത് പരിതപിക്കുകയാണ് ആ യുവാവ് ചെയ്യുന്നത്. കുചലേ ഹുയേ
സപ്നം എന്ന് പറഞ്ഞാൽ എന്താ? ചവിട്ടി മെതിക്കപ്പെട്ട സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുകയാണ്. ഏക് റിട്ടയർഡ് ബൂഡ ദോപഹർ മേ ഇസ് ബെഞ്ച് പർ ബൈഠ് കർ സോ രഹേ ഹേ. ഏക് റിട്ടയർഡ് ബൂഡ, ഒരു റിട്ടയറായ ഒരു വൃദ്ധൻ, അല്ലേ, പ്രായമുണ്ട്, അത്യാവശ്യം പ്രായമുള്ള ഒരു മനുഷ്യൻ, ദോപഹർ മേ, നട്ടുച്ച സമയത്ത്, ഇസ് ബെഞ്ച് പർ ബൈഠ് കർ, ആ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട്, സോ രഹേ ഹേ, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഹാ ദോ വ്യക്തി, പിന്നെ രണ്ട് വ്യക്തികൾ ഇരിക്കുന്നുണ്ട്. ആരാണ് ആ രണ്ട് വ്യക്തികൾ? ചാഹെ പതി പത്നി ഹോ യാ പ്രേമി പ്രേമിക, ഭാര്യയും ഭർത്താവുമാകാം, അല്ലെങ്കിൽ കപ്പിൾസ് ആവാം, അല്ലെ, ലവേഴ്സ് ആകാം. ജിന്ദഗിക്ക് സപ്നെ ബുൻ രഹേ ഹേ, അവർ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയാണ്. ജിന്ദഗിക്ക് സപ്നെ, ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ, ബുൻ രഹേ ഹേ, നെയ്തെടുക്കുകയാണ്. കവി കഹന ചാഹത്തെ ഹേ, കവി പറയാൻ ആഗ്രഹിക്കുകയാണ് കി എന്തെന്നാൽ വഹ് പത്തർ കി ബെഞ്ച് വർഷവും പുരാനാ ഹേ, ആ കല്ലുകൊണ്ടുള്ള ബെഞ്ച് വർഷവും പുരാനാ ഹേ, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. പുരാനാ ഹേ, പഴക്കമുള്ളതാണ്. അവർ കൈ ലോകവും കെ സുഖ് ദുഃഖ് കാ സാക്ഷി ബി ഹേ, ഒരുപാട് ആളുകളുടെ സുഖവും ദുഃഖവും സാക്ഷിയായിട്ടുള്ള നേർസാക്ഷി കൂടിയാണ് ആ കല്ലുകൊണ്ടുള്ള ബെഞ്ച്, അല്ലേ. ഒരുപാട് എന്താ പറയാ സന്തോഷ നിമിഷങ്ങൾ ആ കല്ലിന് കാണാൻ കഴിഞ്ഞിട്ട്, കല്ലല്ല, കല്ലുകൊണ്ടുള്ള ബെഞ്ചിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ. ഒരുപാട് സങ്കടങ്ങൾ, കണ്ണീരൊപ്പാൻ ആ കല്ലുകൊണ്ടുള്ള ബെഞ്ചിന് സാധിച്ചിട്ടുണ്ട്, അല്ലേ. അങ്ങനെ എത്രയെത്ര ആളുകളെ ആ കല്ലുകൊണ്ടുള്ള ബെഞ്ച്, പത്തർക്കി ബെഞ്ച് ദേഖാ ഹേ, അല്ലേ. പിന്നെയോ ലേക്കിൻ, പക്ഷേ അബ് കവിക്കോ ഇസ് ബെഞ്ച് കി അസ്തിത്വ പർ ആശങ്ക ഹേ, പക്ഷെ ഇപ്പോൾ ആ കല്ലുകൊണ്ടുള്ള ബെഞ്ചിന്റെ അസ്തിത്വത്തെക്കുറിച്ച് കവിക്ക് ആശങ്കയുണ്ട് എന്നാ പറയുന്നത്. നിലനിൽപ്പിനെ കുറിച്ച്, അസ്തിത്വം എന്ന് പറഞ്ഞാൽ ആ കല്ലവിടെ, ആ കല്ല് എന്നാ വരുന്നുള്ളൂ, പത്തർക്കി ബെഞ്ച്, ആ ബെഞ്ചിന് അവിടെ എത്രത്തോളം എന്താ പറയുക അസ്തിത്വമുണ്ട്, നിലയുറപ്പിക്കാൻ കഴിയും, എത്ര കാലത്തോളം അവിടെ നിലയുറപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നാ പറയുന്നത്. ആജ്കൽ ബിനാ കിസി കാരൻ സെ ഹത്യാവും കാ സിൽസില ഹോ രഹാ ഹേ, അല്ലെ. ആജ്കൽ, ഇന്നത്തെ കാലത്ത്, നൗവേഡേയ്സ്, ബിനാ കിസി കാരൻ സെ, യാതൊരു കാരണവും കൂടാതെ, ഹത്യാവും കാ സിൽസില ഹോ രഹേ ഹേ, അക്രമങ്ങളുടെ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹത്യാവ് എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ, അല്ലേ, യുദ്ധങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അക്രമങ്ങളുടെ സിൽസിലയാണ്. സിൽസില എന്ന് പറഞ്ഞാൽ എന്താ? സിൽസില എന്ന് പറഞ്ഞാൽ പരമ്പര, സീരീസ്, അല്ലേ. ഇസ് പത്തർ കി ബെഞ്ച് കെ ലിയേ ഭി, ഈ കല്ലുകൊണ്ടുള്ള ബെഞ്ചിന് വേണ്ടിയും ഏക് ദിൻ ലഡായി ശുരു ഹോ സക്താ ഹേ, ഒരു ദിവസം യുദ്ധം ആരംഭിക്കാം. ഒരു ദിവസം ഈ കല്ല് എൻ്റേതാണ്, ഈ കല്ല് കൊണ്ടുള്ള ബെഞ്ച് എൻ്റേതാണ്, ഞങ്ങളുടേതാണ് എന്നൊരു വിഭാഗം പറയുന്നു. അതേ വേറൊരു വിഭാഗം ഈ കല്ലുകൊണ്ടുള്ള ബെഞ്ചിന് വേണ്ടിയിട്ട് തർക്കം ഉണ്ടാവുന്നു, അങ്ങനെ യുദ്ധം സംഭവിക്കുന്നു, കലാപങ്ങൾ ഉണ്ടാവുന്നു, അല്ലേ. അതിന് സാധ്യതയുണ്ട് എന്നാ പറയുന്നത്. പിന്നെയോ ഇസേ ഭി ഉഘാഡ് കർ യഹാ സെ ലേ ജാനേ യാ തോഡ്നെ കെ ദിൻ സാമനെ ഹേ, ഇസേ ഭി ഉഘാഡ് കർ, ഈ കല്ലുകൊണ്ടുള്ള ബെഞ്ചിനെ ഉഘാഡ് കർ, പിഴുതുമറിച്ച്, ഇസേ യഹാ സെ ലേ ജാനേ കി, യഹാം സെ ലേ ജാന, ഇവിടെ നിന്നും കൊണ്ടുപോകുവാനുള്ള, അല്ലെങ്കിൽ തോടിനേക്ക് തകർക്കുവാനുള്ള, ദിൻ സാമനെ ഹേ, ദിവസങ്ങൾ മുൻപിലുണ്ട്. അങ്ങനെ ഒരു ദിവസവും ഇനി വന്നേക്കാം. ആഖിർ, അവസാനം കവി സോച്ചത്തെ ഹേ, കവി ചിന്തിക്കുകയാണ് കി എന്തെന്നാൽ ഇസ് ബെഞ്ച് പർ പഹലി ബാർ കോൻ ബൈഠാ ഹോഗ, ഈ ബെഞ്ചിൽ ആരായിരിക്കും ആദ്യം ഇരുന്നിട്ടുണ്ടാവുക, ആരായിരിക്കും ഈ ബെഞ്ചിൽ ആദ്യമായിട്ട് ഇരുന്നിട്ടുണ്ടാവുക എന്ന് കവി വെറുതെ ഒന്ന് ചിന്തിച്ചു പോകുന്നു. യേ കേവലേക്ക് പത്തർ കി ബെഞ്ച് കി കഹാനി നഹി ഹേ, അവസാനം കൺക്ലൂഷനിൽ, അല്ലേ, എന്താ പറയുന്നത്? ഇതൊരു കേവലം ഒരു കല്ലുകൊണ്ടുള്ള ബെഞ്ചിന്റെ കഥ മാത്രമല്ല, ബൽക്കി കവിതാമേ ആജ് കെ സമാജ് കി ഹാലത് കാ ചിത്രൻ കിയാ ഹേ, ഇന്നത്തെ സമൂഹത്തിന്റെ യഥാർത്ഥ ചിത്രീകരണമാണ് കവി ഇതിലൂടെ നടത്തിയിട്ടുള്ളത്. സ്വാർത്ഥ മാനവ് കാ ഖത്തർനാക് ഹാലത്ത്, സ്വാർത്ഥ മനുഷ്യരുടെ, സ്വാർത്ഥ മാനവിലെ, സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യരുടെ ഖത്തർനാക് ഹാലത്ത്, അപകടകരമായ അവസ്ഥയാണ് വിവരിച്ചിട്ടുള്ളത്. എങ്ങനെ? സരൽ ശബ്ദവും സേ, വളരെ ലളിതമായ വാക്കുകളിലൂടെ കവി ഹമേം ബത്താ ദിയാ ഹേ, കവി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്, അല്ലേ. ഹാലത്ത് കാ വിവരൻ സരൽ ശബ്ദവും സേ, വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് കവി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ്, ഫോർത്ത് ആൻഡ് ലാസ്റ്റ്, കഹ്നാ നഹി ആതാ, എനിക്ക് പറയാനറിയില്ല, അല്ലേ. വളരെ സിമ്പിളാണ്. കവിത തുടങ്ങിയതും അവസാനിച്ചതും നമ്മൾ അറിഞ്ഞില്ല, അത്രയും സിമ്പിളായിട്ടുള്ളൊരു കവിതയായിരുന്നു, അല്ലേ. സമകാലീൻ കവിതാക്കെ സശക്ത് ഹസ്താക്ഷർ ശ്രീ പവൻ കരൺ സെ ലിഖി ഹുയി കവിതാ ഹേ കഹ്നാ നഹി ആതാ, പവൻ കരൺ എഴുതിയിട്ടുള്ള ഒരു ചെറിയ കവിതയാണ് എന്ത്? കഹ്നാ നഹി ആതാ എന്നത്. ഭാരത് കെ വിവിധത ഭരെ സമാജ് കെ ഏക് ബഡാ ഭാഗ് ജോ ശോഷിത് और उपेक्षित है कवि उसका प्रतिनिधित्व करते हैं. ഭാരത് കെ വിവിധത വരെ, വൈവിധ്യം നിറഞ്ഞ ഇന്ത്യയിലെ സമാജ് കെ, ഇന്ത്യയുടെ സമൂഹത്തിലെ ഏക് ബഡാ ഭാഗ്, ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ജോ ശോഷിത് അവർ ഉപേക്ഷിത് ഹേ, അവർ ശോഷിതാണ്. ശോഷിത് എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളാണ്, അല്ലേ. മുതലാളിത്ത വർഗത്തെ കൊണ്ട് നമ്മൾ അടിമപ്പണി ചെയ്യുന്ന കുറച്ച് ശോഷിതരായിട്ടുള്ള, അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന, സമൂഹത്തിൽ ഒരു നിലയും വിലയുമില്ലാത്ത, അല്ലെങ്കിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടതുകൊണ്ട് പിന്നോക്കാവസ്ഥ
പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, അവർണനായതുകൊണ്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, അങ്ങനെയുള്ള ശോഷിതായിട്ടുള്ള ആളുകൾ, ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ, എല്ലാവരും അവജ്ഞയോടെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെയാണ് കവി ഉസ്കാ പ്രതിനിധിത്വ കർത്തേ ഹേ, അല്ലേ? അവരെയാണ് കവി പ്രതിനിധീകരിക്കുന്നത്. അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് കവി പറയുന്നത്. എന്ത്? കവി കഹത്തെ ഹൈ കി ഭാരതീയ സമാജ് കെ 80% അല്ലേ, ഇന്ത്യൻ സമൂഹത്തിലെ 80% ആളുകളും, അതിൽ കൂടുതൽ ആളുകൾ, പ്രതിശത് സെ ജ്യാദ, 80%-ത്തേക്കാൾ കൂടുതൽ ആളുകൾ ശോഷിത और ഉപേക്ഷിത ഹേ, അവരെല്ലാവരും ചൂഷണം ചെയ്യപ്പെടുന്നവരും, അല്ലെ, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നവരും, അതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവരുമാണ്. ജിൻകെ പാസ് അപ്നെ ജീവൻ കെ ലിയെ ജറൂരി സംസാധൻ ഭി നഹീ ഹേ, അല്ലേ? അവരുടെ അടുത്ത് ജീവൻ കെ ലിയെ, ജീവിക്കാൻ എന്തുപോലുമില്ല, ജറൂരി സംസാധൻ ഭി നഹീ ഹേ, അത്യാവശ്യം ബേസിക് റിക്വയർമെന്റ്സ്, അല്ലേ? ജറൂരി സംസാധൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, അതുപോലും സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത, അതായത് വീടോ അല്ലെങ്കിൽ ഭക്ഷണമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ഇതുപോലും ഇല്ലാത്ത ആളുകൾ 80%-ത്തിലധികം ആളുകളുണ്ട് എന്ന് പറയുന്നത്. സഹി അർത്ഥമേ ഇസി ജനതാ കി ആവാസ് ഭാരതീയ സമാജ് കി ആവാസ് ഹേ, ശരിയായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇസി ജനതാ കി ആവാസ്, ഈ വിഭാഗം ആളുകളുടെ, അല്ലെ, ഈ 80%-ത്തേക്കാൾ കൂടുതൽ വരുന്ന വിഭാഗം ആളുകളുടെ ശബ്ദമാണ് ഭാരതീയ സമാജ് കി ആവാസ് ഹേ, ഇന്ത്യക്കാരുടെ, ഇന്ത്യൻ സമൂഹത്തിന്റെ ശബ്ദം എന്ന് പറയുന്ന അവരുടേതാണ് ശരിക്കും. ലേക്കിൻ ജിസെ അപ്നി ബാത് കഹനെ കാ അവസർ സമാജ് കെ ശക്തിശാലി വർഗ് നഹീ ദേത്താ, പക്ഷേ ഇവർക്ക് തങ്ങളുടെ കാര്യങ്ങൾ പറയുവാനുള്ള അവസരം സമൂഹത്തിലെ ശക്തിശാലികളായ ഒരു വിഭാഗം ആളുകളുണ്ട്. ബാക്കി 20%, അല്ലേ? 20%-ത്തോളം ആളുകളുണ്ട്, അതിസമ്പന്നരായ ആളുകൾ, അല്ലേ? വൻകിട കോർപ്പറേറ്റ് മുതലാളിമാർ. അവർ ഇവരെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, അല്ലെ, ചില പാർട്ടി നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകളെ ഇവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ? വേ അപ്നി ബാത് കഹനാ ചാഹത്തെ ഹേ, അല്ലേ? വേ അപ്നി ബാത് കഹനാ ചാഹത്തെ, അവരുടെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജബ് വേ കഹനെ കി കോശിഷ് കർത്തെ, അങ്ങനെ അവർ പറയാൻ ശ്രമിക്കുകയാണെങ്കിലോ, തബ് ശോഷക് വർഗ് ഉസ്സെ കഹനെ ലഗ്തേ ഹേ, അപ്പോൾ ഈ ചൂഷണം ചെയ്യുന്ന ആളുകൾ അവരോട് പറയും, തുമേ കഹനാ നഹീ ആതാ, നിനക്ക് സംസാരിക്കാൻ അറിയില്ല, അല്ലേ? ജാവോ പെഹലെ കഹനാ സീഖ് കറാവോ, ആദ്യം പോയി പഠിച്ചിട്ട് വാ, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പോയി പഠിച്ചിട്ട് വാ. ഫിർ അപ്നി ബാത് കഹനാ, പിന്നീട് നിന്റെ കാര്യം പറ, നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നീ ആദ്യം പോയി പഠിച്ചിട്ട് വാ, അതിനുശേഷം വന്ന് പറയാം. സമാജ് കാ യഹ് ബഡാ ഹിസ്സ ഹെ, അല്ലേ? സമാജ് കാ യഹ് ബഡാ ഹിസ്സ ഹെ ജിസേ ഹി സഹി മായനെ മേ കഹനാ ആതാ ഹെ, സമാജ് കാ യഹ് ബഡാ ഹിസ്സ ഹെ, ഈ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ജിസേ ഹി സഹി മായനെ മേ കഹനാ ആതാ, ശരിയായ രൂപത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ. ഈ കവിത ബി സമാജ് കാ പ്രതിനിധിത്വ കർത്തി ഹെ, ഈ കവിതയും ആ ഒരു സമൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. കവി അപ്നെ കോ സമാജ് കെ ശോഷിത് और ഉപേക്ഷിത് ലോഗോं की പ്രതിനിധി മാനത്തെ ഹെ, കവി സ്വയം ആരെ പോലെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സമാജ് കെ ശോഷിത और ഉപേക്ഷിത് ലോഗോं की, സമൂഹത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അവജ്ഞയോടെ മാറ്റി നിർത്തുന്ന ആ ഒരു ആളുകളെയാണ് പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4 കവിതകളുടെ ആസ്വാദന ടിപ്പണി. അപ്പോൾ ഈ 4 കവിതകളുടെയും ആസ്വാദന ടിപ്പണി തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് +1 എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.